ഓം സദ്ഗുരുഭ്യോ നമഃ. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്യുത രാഗസ്വരൂപപാശാഢ്യ ക്രോധാകാരാംബുശോജ്വല. അപ്പം ഇതിൽ 4 നാമങ്ങൾ വരുന്നുണ്ട്. ഉദ്യദ്ഭാനു സഹസ്രാഭ. ഉദ്യദ്ഭാനു, ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ്റെ പ്രഭയോടുകൂടിയവൾ. സഹസ്രാഭ, ആഭ എന്ന് വെച്ചാൽ ശോഭയാണ്, സഹസ്രം എന്ന് വെച്ചാൽ 1000. ഉദ്യദ്ഭാനു സഹസ്രാഭ. അപ്പം ദേവിയുടെ ശോഭയെ ഇവിടെ ഉദിച്ചു വരുന്ന 1000 സൂര്യന്മാരോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പം ദേവിയുടെ ശോഭ കാന്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ നാമെന്ന് മനസ്സിലാവാം. ഇനി ചതുർബാഹു സമന്യുത. അപ്പം ഇനി അങ്ങോട്ട് ദേവിയുടെ രൂപത്തെ വർണ്ണിക്കുന്നത്. അപ്പം ചതുർബാഹു സമന്യുത എന്ന് വെച്ചാൽ 4 ബാഹുക്കളോട് കൂടിയത്. ബാഹുക്കൾ പറഞ്ഞാൽ കൈകളാണ്. അപ്പം ദേവിക്ക് 4 കൈകളുണ്ട്. അപ്പം 4 എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് വേദങ്ങൾ 4 അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി ദിക്കുകൾ 4 അല്ലേ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഇനി 4 വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. യുഗങ്ങൾ 4 അല്ലേ? എന്ന് വെച്ചാൽ കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. ഇനി ജീവിതഘട്ടങ്ങൾ കണ്ടോ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അതുപോലെ സന്യാസം. ഇങ്ങനെ പുരുഷാർത്ഥങ്ങൾ അത് 4 അല്ലേ? ഇനി ശബ്ദങ്ങൾ പര, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെ 4 അല്ലേ? അപ്പം ഈ 4 എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അപ്പം ദേവിയുടെ ഈ 4 കൈകളും ആ 4 കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത. ഇനി രാഗസ്വരൂപ പാശാഢ്യ എന്നുള്ളതാണ്. അപ്പം ദേവിയുടെ ഒരു കയ്യിൽ രാഗസ്വരൂപമാകുന്ന പാശം ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കയറ് കാണാം ദേവിയുടെ കയ്യിൽ. അത് രാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ രാഗം എന്ന് പറയുമ്പം ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, തമ്മിൽ കൂട്ടിയിണക്കുന്ന ആ ശക്തി എന്ന് പറയുന്നത് രാഗം തന്നെയല്ലേ? സ്നേഹം തന്നെയല്ലേ? രാഗം നല്ലതിന് ഉപയോഗിക്കാം, അത് അധികമായി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പം അത് അധികമാവാതെ നോക്കാൻ നിയന്ത്രണം ആവശ്യമുണ്ട്. ആ കയറിട്ട് പിടിക്കുന്ന ആ നിയന്ത്രണം. അപ്പം സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന രാഗം ദേവിയുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ രാഗത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കയ്യിൽ കയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ദേവിയുടെ കയ്യിൽ അങ്കുശമാണ്. ക്രോധാകാരാങ്കുശോജ്വല എന്നാണ് പറയാം. അപ്പം അങ്കുശം ക്രോധത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ക്രോധത്തെ അടക്കി നിർത്താൻ ദേവിക്ക് പറ്റും. ആനയെ അടക്കി നിർത്താൻ ഒരു തൊട്ടി പോരെ? അതുപോലെ നമുക്ക് കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സല്യം, ഡംബ്, അഹങ്കാരം, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ? അപ്പം അതിൽ ക്രോധത്തെ ഒതുക്കി നിർത്തണം. അപ്പോൾ ക്രോധം വലിയ പ്രശ്നക്കാരനാണ്. ക്രോധം അധികമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ദുർവാസാവിന് ക്രോധം വന്നു കഴിഞ്ഞാൽ ഒരു ശാപമാണ്. പിന്നീട് ശാപമോക്ഷത്തിനുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും ആ ക്രോധം പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ രാമായണത്തിലും ക്രോധത്തിനെ കുറിച്ച് രാമൻ ഉപദേശം കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. രാമായണത്തിലും ഈ വരികൾ വരുന്നുണ്ട് ക്രോധത്തെക്കുറിച്ചിട്ട്. ക്രോധം വലിയ പ്രശ്നമാണ്. ആ ക്രോധത്തെ അടക്കി നിർത്തുന്ന തോട്ടി ദേവിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ക്രോധാകാരാങ്കുശോജ്വല. അപ്പം ദേവിയുടെ 4 നാമങ്ങൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്യുത രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. അപ്പം തുടർച്ചയായിട്ട് ബാക്കിയുള്ള നാമങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം.